കുട്ടീനെ രാവിലെ 7:30 സ്കൂളിൽ പോകും. പിന്നെ വൈകിട്ട് 4:30 വരവുണ്ട്. പക്ഷെ ഇവരെ കുറച്ച് വൈകി പോയി. എല്ലാവരും ന്യൂസ് കണ്ടല്ലോ അല്ലേ? അങ്ങ് നോർത്തിലോ ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തോ അല്ല നടന്നത്. ഇന്ത്യയുടെ ഇങ്ങ് മൂലയിൽ കേരളം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ അവിടെ അകത്തുള്ള ഒരു കുഞ്ഞു സ്ഥലമായ മലപ്പുറത്താണ് നടന്നത്. കാരണം ഇങ്ങനെ എന്ത് കേസ് ഇറന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് നോർത്തിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ നടക്കില്ല. ഇപ്പം കണ്ടില്ലയോ 16, വെറും 16. അവൻ്റെ ആ ഒരു ക്രിമിനൽ മൈൻഡേ, ഒരു കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് അത് വീട്ടിൽ പറയാന്ന് പറഞ്ഞപ്പോൾ കൊന്നു. അത് ക്രിമിനൽ മൈൻഡ് അല്ലേ? പിന്നെ ഇവൻ്റെയൊക്കെ ആ ഒരു, ഇവന് അത്രയും ധൈര്യം അത് എവിടെ നിന്ന് കിട്ടി? ഇവന് എന്താണ്, ജയിലിൽ പോയാലും എനിക്കൊന്നും സംഭവിക്കില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ വെളി ഇറങ്ങാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റില്ലേ. ഇപ്പോൾ ജൂനൈലിലൊക്കെയാണ്, കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാർ എന്നെ വെളി ഇറക്കും, എന്നിട്ട് തീറ്റിപ്പറ്റി വളർത്തും അടുത്തവൻ്റെ കൊച്ചിന് പണി കിട്ടാനായിട്ട്. 16 വയസ്സുള്ള ഒരുത്തൻ്റെ മൈൻഡ് സെറ്റ്. നമ്മളും രാത്രിയൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. ഇന്നേ വരെ ഒരു പെങ്കൊച്ചുങ്ങൾ വഴിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ബാഡ് ആയിട്ടുള്ള, എനിക്കെന്നല്ല ഒട്ടുമിക്ക ആമ്പിളർക്കും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന ഈ കുരുപ്പുകൾക്കൊക്കെ എന്താണ് കാരണം? ഇപ്പോൾ ഈ ഒരു അമ്മമാർ പറയും, ആ കൊച്ച് അവൻ്റെ കൂടെ പോയിട്ടല്ലേ, സ്കൂളിൽ പോവാതെ അവൻ്റെ കൂടെ പോയിട്ടല്ലേ എന്നൊരു ഡയലോഗുണ്ട്. ഒരു പെങ്കൊച്ച് ഒരുത്തൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് അവനോടുള്ള വിശ്വാസമാണ്. ഞാൻ ഇവൻ്റെ കൂടെ പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഈ നായിൻ്റെ മോനോടെ കളഞ്ഞത്. 16 വയസ്സുള്ള ഈ നായിൻ്റെ മോൻ. അതെനിക്ക് പറയാനുള്ളൂ. ആ കൊച്ചിനെ അവൻ റേപ്പ് ചെയ്തിട്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ടാണ് കൊന്നേക്കുന്നത്. അവനെ എനിക്ക് എത്ര ആലോചിച്ചിട്ട് അത് കിട്ടുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 3 ദിവസം ഇത് കേസ് അറിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. ഇന്നലെ ഗെയിം കളിച്ചപ്പോൾ പോലും ഞാൻ ഇവൻ നമ്മളെ കൂട്ടുകാരുടെ ഇതാണ് പറഞ്ഞത്. അവന്മാർ എന്നെ ആലോചിക്കുന്നു. ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് കിട്ടാൻ, സുഹൃത്തായാലും ലൈനായാലും. എന്നാലും നമുക്ക് ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡൊന്നുമില്ല. അവൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ ആസിഡ് ഒഴിക്കാനും അവളെ കഴുത്ത് ചേർത്ത് കൊല്ലാനൊന്നും തോന്നിയിട്ടില്ല. ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ ഇരുന്ന് മോങ്ങനെ നമുക്കൊക്കെ അറിയാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ വളർന്ന് വരുന്ന ഒരു പുതിയ യുവതലമുറയുണ്ടല്ലോ, അവരുടെ ധൈര്യമാണ് എന്ത് കുറ്റങ്ങൾ ചെയ്താലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഇവനെ കൊണ്ടൊക്കെ ഇതിൻ്റെ അപ്പുറവും ചെയ്യിപ്പിക്കുന്നത്. സോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബേസിക്കലി ഒരു കാര്യമില്ല. സ്പീക്കറും ഇവിടെ കുറേ നിയമസഭയ്ക്കകത്ത് ഇരിക്കുന്നമാരെ തന്നെ പറയുന്നില്ലേ, അതൊക്കെ കണ്ടല്ലേ വളരുള്ളൂ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സ്വയം രക്ഷയ്ക്ക് ഇനി വല്ല തോക്കോ ബോംബോ വെച്ചേക്കാം, അല്ലാണ്ടൊരു കാര്യമില്ല.